സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്യുന്ന 100 പേരിൽ ഒരാളെ വീതം ഞങ്ങളൊരു വിന്നറായി സെലക്ട് ചെയ്യും. അവരെ ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഒരു മാസത്തേക്ക് ഫ്രീ മെമ്പറായിട്ട് ഫ്രീ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് വിന്നറായി പ്രഖ്യാപിക്കാറുണ്ട്. സോ ജോയിൻ ദ ഗ്രൂപ്പ്. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,398 നിന്ന് 34 പോയിന്റ് ഗ്യാപ്പോട് കൂടി 18,432 ഇന്ന് ആരംഭിച്ചത്. 18,432 ഡേ ഹൈയും, അതായത് ഓപ്പണിംഗ് ഈക്വൽ ടു ഹൈ ആണ്. ഒരു ബെയറിഷ് മോഡായിരുന്നു. പുട്ട് വാങ്ങിച്ചിട്ട് കാത്തിരിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് എത്ര പേര് അത് ചെയ്തു എന്നറിയില്ല. ഡേ ലോ 18,264 വന്നത് വഴി 168 പോയിന്റിൻ്റെ അഥവാ 0.91% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 18,432 നിന്നും 145 പോയിന്റ് നഷ്ടത്തോടുകൂടി 18,286 എന്ന ലെവലിലേക്ക് മാർക്കറ്റ് ഇന്ന് അവസാനിക്കുകയാണ് ഉണ്ടായത്. 18,400 എന്നുള്ളത് ഒരു ഹിസ്റ്ററിക്കൽ പിവറ്റ് ലൈനാണ്, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. അത് ക്രോസ് ചെയ്യുക എന്നുള്ളത് കുറച്ചല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ നിഫ്റ്റിയുടെ ഹിസ്റ്ററിക്കൽ ഡാറ്റ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. 18,400 എന്നുള്ളത് ഭയങ്കര കടുകട്ടി റെസിസ്റ്റൻസ് തന്നെയായിരുന്നു. എന്തായാലും ഇന്നലത്തെ ഡാറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് ക്ലോസിങ്ങിലേക്ക് നോക്കുമ്പോൾ നിഫ്റ്റിയിൽ 112 പോയിന്റിൻ്റെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച് 62,345 നിന്ന് 128 പോയിന്റ് ഗ്യാപ്പോട് കൂടി 62,474 ഇന്ന് ആരംഭിച്ചത്. 62,475 ഡേ ഹൈയും 61,847 ഡേ ലോയും വന്നത് വഴി 628 പോയിന്റ് ഇൻട്രാഡേ മൂവ്മെന്റ് അഥവാ 1.01% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 62,474 നിന്ന് 541 പോയിന്റ് നഷ്ടത്തോടു കൂടി 61,932 സെൻസെക്സ് ഇന്ന് അവസാനിച്ചു. 62,000 എന്ന ആ ഒരു ലെവല് സെൻസെക്സിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അത് പൊട്ടി. അപ്പോൾ 932 എന്നുള്ളത് ഒരു ബെയറിഷ് മോഡൊന്നും അല്ല, തിരിച്ച് നാളെ ഒരു ഗ്യാപ്പ് അപ്പിൽ കയറി വരാവുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന്. എന്തായാലും ഇന്നലത്തെ ഡാറ്റയായി കമ്പയർ ചെയ്യുമ്പോൾ സെൻസെക്സിന് 413 പോയിന്റിൻ്റെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. സെൻസെക്സിൻ്റെ ഓപ്ഷൻസ് എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇന്നലെ അവരുടെ BSE ഓപ്ഷൻസ് എല്ലാം തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ സരോദയും മറ്റ് ഫേമസ് ബ്രോക്കേഴ്സ് എല്ലാം തന്നെ അവരുടെ സോഫ്റ്റ്വെയർ സൈഡിൽ അല്ലെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന തിരക്കിലാണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സെൻസെക്സ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. കാരണം നമുക്ക് അവിടെ ഒരു ട്രേഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ വെറൈറ്റി ഓഫ് ട്രേഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് എക്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാനും സാധ്യതയുണ്ട്. എന്തായാലും ഇന്ത്യ വിക്സ് നോക്കാം. ഇന്ത്യ വിക്സ് വോളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്ന് ഓപ്പൺ ആയത് 13.17 ഡേ ഹൈ വന്നിരിക്കുന്നത് 13.49, ഡേ ലോ 11.71. അങ്ങനെ 0.91% വോളാറ്റിലിറ്റി വർദ്ധിച്ചുകൊണ്ട് 13.29 ഇന്ന് ഇന്ത്യ വിക്സ് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച് 44,072 നിന്നും 72 പോയിന്റ് ഗ്യാപ്പോട് കൂടി 44,144 ഇന്ന് ആരംഭിച്ചത്. ഡേ ഹൈ 44,140, അതായത് ഓപ്പണിംഗ് ഈക്വൽ ടു ഹൈ ആയിരുന്നു. സൂപ്പർ സ്ട്രാറ്റജി ആയിരുന്നു. 300 പോയിന്റ് സ്ട്രൈറ്റ് പിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ പോട്ടെ, കുഴപ്പമില്ല, ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഡേ ലോ എന്ന് പറയുന്നത് 43,815 വന്നത് വഴി 328 പോയിന്റിൻ്റെ അഥവാ 0.74% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 44,144 നിന്നും 240 പോയിന്റ് നഷ്ടത്തിൽ 43,903 ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. 43,900 എന്നുള്ളത് 44,000 എന്ന ഒരു ലെവലിന് പൊട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി 44,000 മുകളിൽ എത്തുക എന്നുള്ളത് ഒരു കടുകട്ടി റെസിസ്റ്റൻസ് തന്നെയായിരുന്നു. 44,037 ആയിരുന്നു ആ ഒരു റെസിസ്റ്റൻസ് പോയിന്റ്. കുറേയൊക്കെ അതിൻ്റെ മുകളിലോട്ട് ഇന്ന് മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ സ്ലിപ്പായി താഴോട്ട് തന്നെ വരികയാണ് ചെയ്തത്. എന്തായാലും ഇന്നലത്തെ ക്ലോസിംഗ് ആയി കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 168 പോയിന്റിൻ്റെ നഷ്ടമാണ് ഇന്നത്തേക്ക് ഉണ്ടായിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,583 നിന്നും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. 19,584 ഇന്ന് ഓപ്പൺ ആയി. ഡേ ഹൈ 19,584 തന്നെയാണ്. ദെൻ ഡേ ലോ 19,392 വന്നത് വഴി 191 പോയിന്റിൻ്റെ അഥവാ 0.98% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,584 നിന്ന് 145 പോയിന്റ് നഷ്ടത്തോടു കൂടി 19,439 ഇന്ന് ഫിൻ നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് ആയി കമ്പയർ ചെയ്യുമ്പോൾ ഫിൻ നിഫ്റ്റിക്ക് 144 പോയിന്റിൻ്റെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്.
ബാങ്ക് എക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 50.45 നിന്ന് 133 പോയിന്റ് ഗ്യാപ്പോട് കൂട്ടി 50.178 ഇന്ന് ബാങ്ക് എക്സ് ഓപ്പൺ ആയത്. 50.182 ഡേ ഹൈയും 49.765 ഡേ ലോയും വന്നത് വഴി 416 പോയിന്റിന്റെ അഥവാ 0.83% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 50.178 നിന്ന് 313 പോയിന്റ് നഷ്ടത്തോടു കൂടി 49.864 ബാങ്ക് എക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. എല്ലാം തന്നെ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് എക്സ് ആണൊക്കെ ബാങ്ക് എക്സ് ഇപ്പോൾ 50,000 എന്ന ആ റേഞ്ച് പൊട്ടിയിരിക്കുകയാണ്. അതേപോലെ നിഫ്റ്റിക്ക് 19,500 എന്നുള്ളത് ഭയങ്കര റെസിസ്റ്റൻസ് ആയിരുന്നു, അതും പൊട്ടി താഴെ വന്നിട്ടുണ്ട്. നാളെ നോക്കാം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഇന്നലത്തെ ക്ലോസിംഗ് ആയി കമ്പയർ ചെയ്ത് നോക്കും ബാങ്ക് എക്സിന് 181 പോയിന്റിന്റെ നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഇന്നേക്ക് സംഭവിച്ചിരിക്കുന്നത്. എല്ലാ ഇൻഡെക്സ് ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ IEX 2.31% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. REC ലിമിറ്റഡ്, PFC, HDFC 3 കമ്പനികൾ 2% കൂടുതൽ നഷ്ടം വരുത്തി വച്ചിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 7,783 കോടിയുടെ ബൈങ്ങും 6,376 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,407 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ അനുഭവപ്പെട്ടത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 6,139 കോടിയുടെ ബൈങ്ങും 7,025 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 886 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ ഇന്ന് അനുഭവപ്പെട്ടത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 521 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പുട്ട് കോൾ റേഷ്യോ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. ഇപ്പോൾ എന്തായാലും നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 1.35 ആയിരുന്നു. അതായത് 0.75 to 1 എന്നുള്ളത് ന്യൂട്രലും 1ന്റെ അബോവ് ബുള്ളിഷും 0.75ന്റെ താഴെ ബെയറിഷും ആയിട്ടാണ് കണക്കുകൂട്ടപ്പെടുന്നത്. എന്തായാലും ഇന്നലെ ബുള്ളിഷ് മോഡിൽ ഉണ്ടായിരുന്ന സാധനം ഇന്നിപ്പോൾ 0.91 ന്യൂട്രൽ എന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. സോ നാളെ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. പരമാവധി എല്ലാ ഇതിൻ്റെയും ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ പുട്ട് കോൾ റേഷ്യോ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ്. തീർച്ചയായിട്ടും വിജയിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീപക് ഫെർട്ടിലൈസേഴ്സ്, ടിംകൻ ഇന്ത്യ ലിമിറ്റഡ്, GIC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്, ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്, ജൂബിലന്റ് ഫുഡ് വർക്ക്സ് ലിമിറ്റഡ്, റാംകോ സിസ്റ്റംസ് ലിമിറ്റഡ്, സ്റ്റെർലൈറ്റ് ടെക്നോളജീസ്, വൈബബ് ഗ്ലോബൽ ലിമിറ്റഡ്, എൻഡ്യൂറൻസ് ടെക്നോളജീസ്. ഇത്രയും കമ്പനികളാണ് നാളെ റിസൾട്ട്, ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. 17-ാം തീയതി മെയ് 17 നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ഇനി നാളത്തെ കോർപ്പറേറ്റ് ആക്ഷൻസ് നോക്കാം. നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത ചൊവ്വാഴ്ച, ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇനി അടുത്ത ചൊവ്വാഴ്ച നമുക്ക് വരുന്ന കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാനിത് പറഞ്ഞതാണ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ₹1.30 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് മാത്രമാണ് അടുത്ത ചൊവ്വാഴ്ചത്തേക്കുള്ളത്. സോ നമുക്ക് ഇനി സെക്ടറൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇന്ന് റെഡിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഗ്രീനിൽ അവസാനിച്ചത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നിഫ്റ്റി ബാങ്ക്, ഫിൻ സർവീസസ്, ഓട്ടോ, FMCG, കൺസപ്ഷൻ, ഫാർമ, ഇൻഫ്ര, മീഡിയ, മെറ്റൽ, എനർജി ഇത്രയും സെക്ടറുകൾ ഇന്ന് റെഡിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഗ്രീനിൽ ഏതാനും സെക്ടറുകൾ മാത്രമാണ് അവസാനിച്ചിട്ടുള്ളത്. നമുക്ക് സ്റ്റോക്ക് ലെവൽസിലേക്ക് പോകാം. ലെവൽസ് ഇന്ന് കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിച്ച് അനലൈസ് ചെയ്യേണ്ട ഒരു ലെവൽസാണ്. കാരണം ഇന്ന് കാര്യമായിട്ട് ഒരു മൂവ്മെൻറ്റ് കിട്ടിയില്ല. രാവിലെ മുതൽ ആഫ്റ്റർനൂൺ സെഷൻ വരെ വളരെയധികം ബുദ്ധിമുട്ടി ബോറടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എവിടെയാണ് 18, അതായത് നമ്മുടെ ബ്രേക്ക് ഔട്ട് ലെവലിൻ്റെയും യെസ്റ്റർഡേ ഹൈയുടെയും ഇടയിലായിട്ട് ഓപ്പൺ ആയിട്ട് നേരെ വന്നിട്ട് ബ്രേക്ക് ഡൗൺ ലെവൽ അല്ലെങ്കിൽ നോട്ട് റൈറ്റ് സോണിലേക്ക് വന്നിട്ട് അവിടെ സപ്പോർട്ട് എടുത്തു. കൃത്യമായിട്ട് ആ ബ്രേക്ക് ഡൗൺ ലെവലിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ച് പോകുകയാണ് ചെയ്തത്. സോ അവിടെ ഒന്ന് കറങ്ങിക്കളഞ്ഞിട്ട് പിന്നെ ഉച്ച വരെയും ഏകദേശം 1:55 വരെയും അത് ഒരൊറ്റ ലൈനിൽ ഒരു പാമ്പിനെ പോലെ പാമ്പ് ചുറ്റിയതുപോലെ ഇങ്ങനെ പോകുമായിരുന്നു. 1:55 കഴിഞ്ഞ് 2 മണി കഴിഞ്ഞപ്പോഴാണ് ഒരു ഫോള് വന്നത്. സോ ഇവിടുന്ന് ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെ അടുത്ത് നിന്ന് താഴോട്ട് എൻട്രി എടുക്കുന്നവർക്ക് ഒരു സൂപ്പർ എൻട്രി തന്നെയായിരുന്നു അത്. അവിടെ നിന്ന് നേരെ താഴെ വന്നിട്ട് ഇന്ന് ഡേ ലോ വരും എന്ന് പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ പ്രവചിച്ചിരുന്ന 18,273 എക്സാക്ട്ലി അവിടെ വന്നിട്ട് മാർക്കറ്റ് അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ടാർഗറ്റ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. 361 നിന്ന് 285ലേക്ക്, അതായത് 76 പോയിന്റിൻ്റെ ഒരു സ്ട്രൈറ്റ് ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും എൻട്രി എടുത്ത് ഏതൊരാൾക്കും. വേറെ അവിടെ കൺഫ്യൂഷൻസിനൊന്നും കാര്യമില്ലാത്ത രീതിയിൽ നേരെ താഴോട്ട് വരികയാണ് ചെയ്തത്. 18,361 എന്ന ലെവലിന് എത്ര മനോഹരമായിട്ട് അത് ക്രോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലത്തെ ഡേ ലോ കട്ട് ചെയ്ത് അതിൻ്റെ താഴെയാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. സോ ഒരു എന്താ പറയുക, ഓവറോൾ ഒരു നല്ല സിഗ്നൽ അല്ല ഇത് കാണിക്കുന്നത്. പക്ഷേ ഇത് ബെയറിഷ് ആയി എന്നൊന്നും പറയാറായിട്ടില്ല കേട്ടോ.
ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും മറിച്ചല്ല സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അതായത് യെസ്റ്റർഡേ ഹൈയുടെ തൊട്ടടുത്തായിട്ട് ഓപ്പണായിട്ട് നേരെ ഒറ്റ വരവായിരുന്നു മോർണിംഗ് ക്യാൻഡിൽ. ദെൻ അവിടെ നമ്മുടെ നോ ട്രേഡ് സോണിൽ വന്നിട്ട് ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെ താഴോട്ട് ഇറങ്ങിയിരുന്നു. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ഒരു റിക്കവറി ആയിട്ട് മുകളിലോട്ട് R1 വന്നു. R1 എന്ന് പറഞ്ഞാൽ 44,051 കുറേ നേരം ചുറ്റിച്ച് എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ച് ഞങ്ങളൊക്കെ ഇന്ന് ലോസിൽ 4% ലോസിലാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് അവസാനിച്ചത് പോലും. അപ്പോൾ എന്തായാലും 2 മണി കഴിഞ്ഞപ്പോൾ 2:45 ഒരു ചെറിയൊരു ഫോള് കാഴ്ചവെച്ചു. അതായത് R1 നിന്ന് നേരെ നോ ട്രേഡ് സോൺ കട്ട് ചെയ്തിട്ട് കുറച്ച് താഴോട്ട് വന്നു. അതായത് ഇന്നത്തെ ഡേ ലോ വന്നിരുന്ന മോർണിംഗിൽ വന്നിരുന്ന ഡേ ലോയിൽ വന്നിട്ട് മാർക്കറ്റ് അവസാനിച്ചു. പ്രത്യേകിച്ച് ഒരു സംഭവങ്ങളും ഇന്ന് ബാങ്ക് നിഫ്റ്റി കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. മിക്ക ആൾക്കാരും ബാങ്ക് നിഫ്റ്റി മാത്രം ട്രേഡ് ചെയ്യുന്നവർക്ക് ഇന്ന് ലോസിലാണ് അവസാനിച്ചിട്ടുണ്ടാവുക. ദെൻ നമുക്ക് ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് നോ ട്രേഡ് സോണിൻ്റെ മുകളിലായിട്ട് നേരെ വന്നത് S1 അതായത് യെസ്റ്റർഡേ ലോ വന്ന ആ ഒരു റേഞ്ചിലേക്ക് വന്നിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് റിക്കവറായി തിരിച്ച് നോ ട്രേഡ് സോണിലോട്ട് തന്നെ പോയി. ഇത് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ആ ലൈനിൽ വന്നിട്ട് സപ്പോർട്ട് എടുക്കുന്നത്. ഇന്നലെ വരച്ച ലൈനാണ്. ഇന്ന് മാർക്കറ്റ് അവിടെ സപ്പോർട്ട് എടുക്കുന്നതിൻ്റെ ആ ഒരു ബ്യൂട്ടി നിങ്ങളിവിടെ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് ആ ലെഗ് വിക്ക് അവിടെ വന്ന് ടച്ച് ചെയ്തതെന്നുള്ളത്. അപ്പോൾ റാസ് ലെവൽസിൻ്റെ ആക്യുറസിയാണ് അത് കാണിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് റിക്കവറായിട്ട് നേരെ നോ ട്രേഡ് സോണിലോട്ട് തന്നെ കയറി. പിന്നെ അവിടെ ചുറ്റിക്കളിച്ച് മനുഷ്യനെ വെറുപ്പിച്ചിട്ട് അവസാനം വന്ന് സെയിം S1 കട്ട് ചെയ്ത് താഴോട്ടിറങ്ങി അവിടെ ക്ലോസ് ആയി. അതായത് ഇത് വന്നിട്ട് ഇവിടെ ടച്ച് ചെയ്ത ഒരു സംഭവം കണ്ടോ. അതായത് ഇത് R2 ആണ്. R2 എത്ര നിങ്ങൾക്ക് വിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നില്ല. എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് അവിടെ വന്ന് ടച്ച് ചെയ്ത് കറക്റ്റ് ലെവലിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ. സോ അതാണ് റാസ് ലെവൽസിൻ്റെ ആക്യുറസി. എന്തായാലും മഹത്വം പറയാനല്ല ഞാനിത് വിവരിക്കുന്നത്. ഇത് ട്രേഡ് എടുക്കുന്നവർക്ക് ഒരു ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. സോ ഇന്ന് മോസ്റ്റ്ലി അതൊരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് തന്നെ ആയിരുന്നു. കാര്യമായിട്ട് ഒരു ട്രേഡേഴ്സിനും ട്രേഡ് കിട്ടിയിട്ടുണ്ടാവില്ല. ഇൻട്രാഡേ ട്രേഡേഴ്സ് എസ്പെഷ്യലി ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് ആണ് സക്സസ് ആവുക. പക്ഷേ ഇന്ന് ബ്രേക്ക്ഔട്ട് ഉണ്ടായിരുന്നില്ല. സെൻസെക്സ് നമ്മൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് അതുമായിട്ടൊന്ന് പരിചയപ്പെടേണ്ടതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഡെയിലി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ലെവൽസിനെ വളരെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. R1 മുകളിൽ ഓപ്പണായി നേരെ വന്ന് നോ ട്രേഡ് സോണിൽ വന്നിട്ട് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു. തിരിച്ചൊന്ന് പൊങ്ങാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ നടന്നില്ല, പവറില്ലായിരുന്നു ട്രെൻഡിന്. സോ അവിടെ നിന്ന് അത് നോ ട്രേഡ് സോൺ കട്ട് ചെയ്ത് താഴെ ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചു പൊങ്ങിയില്ല. അതായത് ഇവിടെ വെച്ചിട്ട് പുട്ടിലേക്ക് എൻട്രി എടുക്കുന്നവർക്ക് സൂപ്പറായിട്ട് 1, 2 2 ടാർഗറ്റ് ഏകദേശം 233 നിന്ന് 81 ഏകദേശം ഒരു 200 പോയിന്റിലധികം 200 പോയിന്റ് ഓൾമോസ്റ്റ് 200 പോയിന്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് സെൻസെക്സിൽ ഇന്ന് കിട്ടിയിട്ടുണ്ട് ഡൗൺഫോള്. അപ്പോൾ ഇന്ന് ലോ വരും എന്ന് കരുതിയിരുന്ന 61,920 തന്നെയാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അവിടെ കുറച്ച് താഴോട്ട് പോയി പെട്ടെന്ന് തന്നെ അത് റിക്കവറായിട്ട് കയറി വരികയും ചെയ്തു. അവിടെ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. സോ 42,000 അല്ലെങ്കിൽ 62,000 എന്ന ഒരു മഹത്തായ സപ്പോർട്ട് ലെവലിനെ പപ്പടം പോലെ അങ്ങ് പൊട്ടിച്ച് അത് താഴെ ഇറങ്ങിപ്പോയി. എന്തായാലും അതൊരു ശരിയല്ല. അത് എന്തായാലും നമുക്ക് ബാങ്ക് എക്സ് നോക്കാം. ബാങ്ക് എക്സ് ഇന്ന് യെസ്റ്റർഡേ ഹൈയുടെ മുകളിൽ ഓപ്പൺ ആയിട്ട് നേരെ ഇറങ്ങി വന്ന് നമ്മുടെ നോ ട്രേഡ് സോണിൽ വന്ന് ചുറ്റിക്കളിച്ചു. പിന്നെ R1 പോയി. അവിടെ നിന്ന് വീണ്ടും ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. ഓക്കെ, അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബോറാക്കുന്നില്ല. അപ്പോൾ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റിൽ നമുക്കൊന്നും തന്നെ ചെയ്യാനില്ല. എന്താ ചെയ്യുക, ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രമേ അവിടെ ഒരു വിജയിക്കുന്ന ട്രേഡ് കിട്ടുള്ളൂ. സോ ഇന്നൊന്നും നടന്നില്ല. ഇനി നമുക്ക് ഓവറോൾ പാറ്റേൺ നോക്കാം. പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതൊരു 2 രീതിയിൽ ഇതിനെ നമുക്ക് അവലോകനം ചെയ്യാൻ സാധിക്കും. ഒന്ന്, ഒരു റെസിസ്റ്റൻസിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നോർമൽ പുൾ ബാക്കാണ്. ഇനി ഇത് പക്ഷേ ഈ രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഡെഫിനിഷൻസ് അത് തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് നാളത്തേക്ക് ഇതിനെ ബെയറിഷ് എൻഗൾഫിങ് എന്നാണ് പറയുക. ഈ 2 ക്യാൻഡിൽസും കൂടി ചേർന്ന ഒരു സംഭവത്തെ. സോ ഈ ഒരു ലെവലിൽ ലോ കട്ട് ചെയ്യുന്ന വിധത്തിൽ നാളെ ഒരു റെഡ് ക്യാൻഡിൽ ഇങ്ങനെ വരികയാണെങ്കിൽ മാർക്കറ്റ് എവിടെ വരെ പോകും? 18.0, അതായത് 18,000 സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്യാൻ അത് പോകും താഴോട്ട്. ഇനി അതല്ല ഇന്നത്തത് എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് മൂവ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നാളെ ഒരു ചെറിയൊരു ഗ്രീൻ ക്യാൻഡിലായിരിക്കും പ്ലാൻ ബി ആയിട്ട് വരിക. പ്ലാൻ എ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ബെയറിഷ് എൻഗൾഫിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വരണം എന്നാണ്. ഇത് പൂർണ്ണമായിട്ടും തെറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരു പ്രവചനങ്ങൾക്ക് 1% മാത്രമേ സാധ്യത കൽപ്പിക്കാൻ സാധിക്കുള്ളൂ. കൃത്യമായ പ്രവചനം അറിയണമെങ്കിൽ റാസ് ലെവൽസ് എടുത്തോളുക, അതുമായിട്ട് ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തോളുക. ഓക്കെ, അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ രീതിയിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ബെയറിഷ് കൺഫർമേഷൻ ക്യാൻഡിൽ നാളെ കിട്ടും എന്നാണ്. ഇനി അതല്ല, ഇത് പ്ലാൻ എ ആണ്. പ്ലാൻ ബി ആണെങ്കിൽ ഇതിന് എൻഗൾഫിംഗ് ആയിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരിക എന്നുള്ളതാണ്. എൻഗൾഫിംഗ് ആയിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നതാണെങ്കിൽ ബുള്ളിംഗ് കണ്ടിന്യൂഷൻ തന്നെയാണ് അത് നമ്മളോട് പറയുക.
അപ്പോൾ നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ ബെയറിഷ് കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ കൺഫർമേഷൻ ക്യാൻഡിലാണ് തരുന്നതെങ്കിൽ 18,000 ലെവലിൽ പോയി അതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ തിരിച്ചു കയറുള്ളൂ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും സെയിം തിങ് ആണ് വന്നിരിക്കുന്നത്, എൻഗൾഫിംഗ് ആയിട്ടുള്ള. പക്ഷേ ഇവിടുത്തെ എൻഗൾഫിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ എല്ലാ ലെവൽസും കഴിഞ്ഞ് എൻ്റെ മുകളിലെത്തിയപ്പോൾ ആൾ ഒന്ന് താഴോട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ ലെവൽസ് തീർന്നല്ലോ, ഇനി മുകളിലോട്ട് പോകാൻ സ്ഥലമില്ലല്ലോ എന്ന് കണ്ടതുകൊണ്ട് ഇറങ്ങിയതായിരിക്കും. എന്തായാലും ഇത് ആ രീതിയിലുള്ള ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ല ഇവിടെ പറയുന്നത്. മോസ്റ്റ് പ്രോബബ്ലി നാളത്തെ ക്യാൻഡിൽ ഈ രീതിയിൽ ഇതിൻ്റെ ഇന്നത്തെ ഡേ ഹൈ കട്ട് ചെയ്യുന്ന വിധത്തിൽ ഒരു ക്യാൻഡിലായിരിക്കും നാളെ വരിക. എൻഗൾഫിംഗ് ഇതേപോലെ ഒന്നിനൊന്നിനെ മെർജ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും, പക്ഷേ ഇതേ വലിപ്പമുള്ള ഇന്നത്തതുപോലെ തന്നെയുള്ള എന്നാൽ ഇന്നത്തെ ഹൈ കട്ട് ചെയ്യുന്ന വിധത്തിൽ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലായിരിക്കും നാളെ വരിക. ഇതാണ് ഈ ഒരു പാറ്റേണിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ദെൻ ഇവിടെ നമുക്ക് ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയും നിഫ്റ്റിയും ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. സോ ഫിൻ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസിൻ്റെ താഴെയാണ്, സപ്പോർട്ടിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 19,424 19,500 പൊട്ടിയതിൻ്റെ സങ്കടത്തിൽ ഇറങ്ങി വന്നതാണ്. ഇവിടെ പ്ലാൻ ആയിട്ട് അതായത് 99% ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ രീതിയിലൊരു റെഡ് ക്യാൻഡിൽ നാളെ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ തരും. ഇത് കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മുൻപേ വന്ന ലോ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെ ക്ലോസിങ് കിട്ടണം, എങ്കിൽ മാത്രമാണ് അത് കൺഫർമേഷൻ എന്ന് പറയട്ടോ. സോ നമുക്ക് നോക്കാം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഇത്രയാണ്. അപ്പോൾ ഈ 3 ഇൻഡൈസസ് ആണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. ഞാൻ എന്തായാലും പുട്ട് കോൾ റേഷ്യോ സീരിയസ്ലി എല്ലാ ഇൻഡെക്സിൻ്റെയും ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം, ഇന്നലെ ഏതൊരു സുഹൃത്ത് സജസ്റ്റ് ചെയ്തതാണ് പുട്ട് കോൾ റേഷ്യോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഡാറ്റ കിട്ടുക എന്നുള്ളത് NSE നിന്ന് പ്രോപ്പറായിട്ട് അത് കിട്ടില്ല, പല സമയത്താണ് അപ്ഡേറ്റ് ആവുന്നത്. സോ മറ്റു പല സൈറ്റുകളെ ആശ്രയിച്ചിട്ടാണ് ആ ഡാറ്റ കളക്ട് ചെയ്തത്. എന്തായാലും അതൊരു വിഷയമൊന്നുമല്ല. വൺസ് നമുക്ക് കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റെഗുലറായി അങ്ങ് പോയിക്കോളും. സോ നിങ്ങളുടെ സജഷൻസ് എന്തൊക്കെയാണ് ഇതിനകത്ത്, നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇതിനെ ഫ്ലേവർ ചെയ്യാം, ഏതായാലും ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് മാക്സിമം ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുക, അത്രയും എഫേർട്ട് എടുക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ സജഷൻസ് ആണ് എനിക്ക് വേണ്ടത്. ഓൾറൈറ്റ്, അപ്പോൾ താങ്ക് യു വെരി മച്ച്. പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. പരമാവധി വീഡിയോ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ബെല്ലടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതെനിക്ക് പറയാൻ അറിയുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കി വിടുന്നത്. അപ്പോൾ അതും കൂടി ചെയ്തേക്കുക. ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച്. നാളെ കാണാം.